നമസ്കാരം. ഈയിടെ ഒരു കർഷക സുഹൃത്തിൻ്റെ വാഴത്തോട്ടത്തിൽ പോവുകയുണ്ടായി. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വളം ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ജൈവവളം ചെയ്യുന്നുണ്ട്, രാസവളം ചെയ്യുന്നുണ്ട്. വിശദമായിട്ട് സംസാരിച്ചപ്പോൾ എന്തൊക്കെ വളങ്ങൾ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ സമയത്ത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്യുന്ന വളപ്രയോഗത്തിൽ ചില അപാകതകളുള്ളതായിട്ട് തോന്നുകയുണ്ടായി. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കുമ്മായം ചെയ്തിട്ടില്ല, ഇത്തവണ കുമ്മായം ചെയ്തിട്ടില്ല. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുമ്മായം ചെയ്യാറുണ്ട്, പക്ഷെ ഇത്തവണ ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കുമ്മായം നിർബന്ധമായിട്ട് ഏതൊരു വിള ഇറക്കുമ്പോഴും അതിന് ശാസ്ത്രീയമായിട്ട് ശുപാർശ ചെയ്തിട്ടുള്ള കുമ്മായം നിർബന്ധമായിട്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജൈവവളം ചെയ്യുന്നതിൽ തന്നെ നല്ല രീതിയിൽ ജൈവവളം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞ പ്രകാരമാണെങ്കിൽ കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ എല്ലുപൊടി ചെയ്യുന്നുണ്ട്, വേപ്പ് മണ്ണാക്ക് ചെയ്യുന്നുണ്ട്, നല്ല അളവിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ 2 തവണ ചെയ്യുന്നുണ്ട്. രാസവളം എന്തൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നാൽ പലതരത്തിലുള്ള രാസവളം ചെയ്യാറുണ്ട്, നല്ല അളവിൽ ചെയ്യാറുണ്ട്. 18 എന്ന് പറഞ്ഞാൽ രാസവളം മിശ്രിതമാണ്, അല്ലെങ്കിൽ കൂട്ടുവളമാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ അതിൽ കുറേ അപാകതകൾ ഉള്ളതായിട്ട് തോന്നി. നമ്മൾ ശാസ്ത്രീയമായിട്ട് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വാഴക്ക് കൃത്യമായിട്ടുള്ള ശുപാർശകൾ, വാഴക്കല്ല ഏതൊരു വിളക്കായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ശുപാർശയുണ്ട്. വാഴക്കുള്ള ശുപാർശക്കനുസരിച്ചിട്ട് നമ്മൾ വളം ചെയ്യുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഈ മിശ്രിതങ്ങൾ അല്ലെങ്കിൽ കൂട്ടുവളങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ കോംപ്ലക്സുകൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള വളങ്ങളുണ്ട്. 3 തരത്തിലുള്ള വളങ്ങളുണ്ട്. ഒന്ന് നേർവളങ്ങൾ. നേർവളങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഫെർട്ടിലൈസർ. നമുക്കറിയാം പ്രധാന സസ്യ പോഷകാംശങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം പ്രധാന സസ്യ പോഷകാംശങ്ങളാണ്. അപ്പം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം പോലുള്ള വളങ്ങളിൽ ഏതെങ്കിലും ഒരു പോഷകാംശം മാത്രം അടങ്ങിയിട്ടുള്ള വളത്തിനെയാണ് നമ്മൾ നേർവളം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നൈട്രജൻ മാത്രം അടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ പാക്കിജനം മാത്രം അടങ്ങിയിട്ടുള്ള വളമാണ് യൂറിയ. ഫോസ്ഫറസ് മാത്രം അടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഭാവകം മാത്രം അടങ്ങിയിട്ടുള്ള വളമാണ് മസൂരിഫോസ്. പൊട്ടാഷ്യം മാത്രം അടങ്ങിയിട്ടുള്ള വളമാണ് നമ്മുടെ പൊട്ടാഷ്, അല്ലെങ്കിൽ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്. അതിൽ ഒരു സസ്യ പോഷകാംശം മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള നേർവളങ്ങളെ മിക്സ് ചെയ്തിട്ട്, അത് യന്ത്രം ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്, മനുഷ്യന്മാർ മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കൂട്ടുവളം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കോംപ്ലക്സ് വളങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ വളങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാ വളവും എല്ലാ കൂട്ടുവളവും നമുക്ക് എല്ലാ ചെടിക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അതേസമയത്ത് ചില കൂട്ടുവളങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചില വിളകൾക്ക് വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം 10-5-20 എന്ന് പറയുന്ന കൂട്ടുവളം തെങ്ങിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതറിയപ്പെടുന്നത് തന്നെ കോക്കനട്ട് മിക്സ്ചർ എന്നാണ്. കോക്കനട്ട് മിക്സ്ചർ ഇപ്പോൾ ഒരു തെങ്ങിന് 3 കിലോ 400 ഗ്രാം കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ല പരിപാലനമുള്ള നന്നായിട്ട് നനയ്ക്കുന്ന ഒരു തെങ്ങിനാണെങ്കിൽ നമുക്ക് 5 കിലോ കൊടുക്കാൻ പറ്റും. പക്ഷെ ആ രീതിയിൽ വാഴയ്ക്ക് കൊടുക്കാൻ പറ്റാവുന്ന മിക്സ്ചർ ഇല്ല. വാഴയ്ക്ക് വേണ്ടി അഥവാ നമ്മൾ ഏതെങ്കിലും ഒരു മിക്സ്ചർ വാങ്ങുകയാണെങ്കിൽ ഈ തോതൊപ്പിക്കാൻ വേണ്ടിയിട്ട്, വാഴക്കുള്ള ശാസ്ത്രീയ ശുപാർശയുടെ തോതൊപ്പിക്കാൻ വേണ്ടി നമ്മൾ ചില നിറവളങ്ങൾ കൂടെ അതിനോട് ഉപയോഗിക്കേണ്ടി വരും. അത് നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് വാഴക്ക് വളം ചെയ്യുമ്പോൾ, രാസവളം ചെയ്യുമ്പോൾ കഴിയുന്നതും നേർവളങ്ങൾ മാത്രം വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നേർവളങ്ങൾ മാത്രം വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടാകും. ഒന്ന്. രണ്ടാമതായിട്ട് നമ്മൾ വാഴക്ക് വളം ചെയ്യുമ്പോൾ തെറ്റായ വളങ്ങൾ ചെയ്യുമ്പോൾ അത് മണ്ണിൽ പോഷക അസന്തുലിതാവസ്ഥ ഉണ്ടാക്കും. അതുമാത്രമല്ല പലപ്പോഴും ഈ സസ്യ പോഷകാംശങ്ങളുടെ ഏറ്റക്കുറച്ചിൽ വാഴയിൽ രോഗങ്ങൾ ഉണ്ടാകാനോ കീടങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. മണ്ണിനെ മലിനമാക്കാൻ സാധ്യതയുണ്ട്, വെള്ളത്തെ മലിനമാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തിനാണ് അതിലേക്ക് പോകുന്നത്? അതുകൊണ്ട് വാഴക്ക് ശാസ്ത്രീയമായിട്ടുള്ള ശുപാർശയുള്ള വളങ്ങൾ മാത്രം വാങ്ങിയിട്ട് ഉപയോഗിക്കുക, നേർവളങ്ങൾ മാത്രം വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എന്താണ് നേർവളങ്ങൾ? വാഴയ്ക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത് യൂറിയ. ഇപ്പോൾ വാഴ നട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വളം ചെയ്യുന്നത്. 90 ഗ്രാം യൂറിയ, 1 മാസം കഴിഞ്ഞിട്ട് 90 ഗ്രാം യൂറിയ, 325 ഗ്രാം മഷൂരിഫോസ്, 100 ഗ്രാം പൊട്ടാഷ് 1 മാസം കഴിഞ്ഞിട്ട്. 2 മാസം കഴിഞ്ഞിട്ട് 65 ഗ്രാം യൂറിയ, 250 ഗ്രാം മഷൂരിഫോസ്, 100 ഗ്രാം പൊട്ടാഷ്. 3 മാസം കഴിഞ്ഞിട്ട് 65 ഗ്രാം യൂറിയ,
മഷൂർ ഫോസ് ഇല്ല. പിന്നെ 100 ഗ്രാം പൊട്ടാഷ്. ഇതാണ് വ്യത്യാസം. അതായത് ഒരു മാസം കഴിഞ്ഞിട്ട് രണ്ടാം മാസം കഴിയുന്നതിന് ശേഷം 2 തവണയും നമ്മൾ ഈ 3 വളം കൊടുത്തു. പിന്നെ നമ്മൾ മഷൂരി ഫോസ് അല്ലെങ്കിൽ ബാവഹ വളം നൽകുന്നില്ല. അപ്പോൾ അവിടെയാണ് 18 അല്ലെങ്കിൽ ആ രീതിയിലുള്ള മിക്സറുകൾ അല്ലെങ്കിൽ കോംപ്ലക്സുകളോ നമ്മൾ വാഴക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന തകരാറ്. 3-ാമത്തെ മാസം മുതൽ നമ്മൾ യൂറിയയും പൊട്ടാഷും മാത്രമേ കൊടുക്കുന്നുള്ളൂ. 65 ഗ്രാം യൂറിയ, 100 ഗ്രാം പൊട്ടാഷ്. 4-ാമത്തെ മാസം 65 ഗ്രാം യൂറിയ, 100 ഗ്രാം പൊട്ടാഷ്. 5-ാമത്തെ മാസം 65 ഗ്രാം യൂറിയ, 100 ഗ്രാം പൊട്ടാഷ്. അത് കഴിഞ്ഞിട്ട് വാഴയുടെ കുല പൂർണ്ണമായിട്ട് പുറത്തു വന്നതിന് ശേഷം ഒരു തവണ കൂടെ നമ്മൾ യൂറിയ കൊടുക്കുന്നു, 65 ഗ്രാം. അപ്പോൾ മിക്സർ കൊടുക്കുന്നതും സ്ട്രെയിറ്റ് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ നേർവളങ്ങൾ കൊടുക്കുന്നവരുള്ള വ്യത്യാസം വ്യക്തമാണല്ലോ. 2 മാസത്തിന് ശേഷം നമ്മൾ വാവഹ വളങ്ങൾ കൊടുക്കുന്നില്ല. ഹ്രസ്വകാല വിളകൾക്ക് പൊതുവെ നമ്മൾ ഈ ബാവഹ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഫോസ്ഫറസ് ഉള്ള അല്ലെങ്കിൽ മഷൂരി ഫോസ്, രാജ്ഫോസ് പോലുള്ള വളങ്ങൾ അടിവളമായിട്ടേ കൊടുക്കുന്നുള്ളൂ. വാഴക്കത് നമ്മൾ 2 തവണ കൊടുക്കും. 1 മാസം കഴിഞ്ഞ് കൊടുക്കുന്നു, 2 മാസം കഴിഞ്ഞ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നൽകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മിക്സറോ അല്ലെങ്കിൽ കോംപ്ലക്സോ വാഴക്ക് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. വളരെ ലളിതമാണ് വാഴയുടെ വളപ്രയോഗം നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പൊട്ടാഷ് ആണെങ്കിൽ 1 മാസം കഴിഞ്ഞത് മുതൽ 5 മാസം കഴിയുന്നത് വരെ നമ്മൾ കൃത്യമായിട്ട് 100 ഗ്രാം വെച്ച് കൊടുക്കുന്നു. യൂറിയ ആണെങ്കിൽ 1 മാസം കഴിഞ്ഞ് 90 ഗ്രാം കൊടുക്കുന്നു. അതിനുശേഷം ഓരോ മാസവും 5-ാം മാസം കഴിയുന്നത് വരെ ഓരോ മാസവും 65 ഗ്രാം വെച്ച് കൊടുക്കുന്നു. എത്ര ലളിതമായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. മഷൂരി ഫോസ് അല്ലെങ്കിൽ രാജ്ഫോസ് ആണെങ്കിൽ 2 തവണ മാത്രം കൊടുക്കുന്നു. ഒന്ന് 1 മാസം കഴിഞ്ഞ് കൊടുക്കുന്നു, 2-ാമത്തെ മാസം കഴിഞ്ഞു കലാശ്. അപ്പോൾ ഈ രീതിയിൽ ഓർക്കുകയാണെങ്കിൽ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ വളം വാഴയ്ക്ക് ചെയ്യാനും സാധിക്കും. നമുക്ക് സാമ്പത്തികമായിട്ട് പരിക്കേൽക്കാതിരിക്കാനും സാധിക്കും. ചെടികളുടെ അല്ലെങ്കിൽ വാഴയുടെ ആരോഗ്യത്തിന് പരിക്കേൽപ്പിക്കാതിരിക്കാൻ സാധിക്കും. അതിലുപരിയായിട്ട് നമ്മുടെ മണ്ണിനെയോ അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെയോ വെള്ളത്തെയോ ഒക്കെ, കാരണം ഈ പോഷക അസന്തുലിതാവസ്ഥ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പോഷക അസന്തുലിതാവസ്ഥ അനാവശ്യമായിട്ട് അശാസ്ത്രീയമായിട്ട് നമ്മൾ വളം ചെയ്യുമ്പോൾ അത് മണ്ണിനെ പരിക്കേൽപ്പിക്കുക കൂടി ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ഉള്ള വിളവ് നമുക്ക് എടുക്കാൻ സാധിക്കും. സാമ്പത്തിക വളം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് പണം ചെലവഴിക്കുക എന്നുള്ളതല്ല. ഏറ്റവും ശാസ്ത്രീയമായിട്ട് മണ്ണിനും ചെടികൾക്കും ഒന്നും പരിക്കേൽക്കാത്ത രീതിയിൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ സുസ്ഥിര കൃഷി മുറകളിൽ പറയുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള തത്വം. അപ്പോൾ ഈ തത്വം മനസ്സിൽ വെച്ചുകൊണ്ട് വാഴക്കൃഷിക്ക് ഉള്ള ഒരുക്കങ്ങൾ നടത്തുക, നല്ല രീതിയിൽ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ വളപ്രയോഗം നടത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. കർഷകർക്ക് വേണ്ടി കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം. പ്രോത്സാഹിപ്പിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.